എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഹബക്കൂക്ക് 2:3. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദർശനം കണ്ടു എന്ന് പറഞ്ഞ് പരക്കം പായുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ദർശനത്തിനായി ആഗ്രഹിക്കുകയും ദർശനം കണ്ടു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവരും അനേക ആളുകളുണ്ട്. ദൈവവചനത്തിൽ ദർശനത്തിന് ആധാരമുണ്ട്. എന്നാൽ അവയിലൊക്കെ ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശവും അനുഗ്രഹവും നടത്തിപ്പും അടങ്ങിയിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. യഥാർത്ഥ ദർശനം ദൈവത്താൽ ആരംഭിക്കപ്പെട്ടതാണ്. സാധാരണ ജീവിതത്തിൽ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഒരു ദർശനം ആവശ്യമാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടിക്ക് ജയിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഭാവിയെപ്പറ്റി ഒരു ദർശനം ഉള്ളവനായിരിക്കേണ്ടതാണ്. ഒരു വലിയ പദ്ധതി അല്ലെങ്കിൽ ഒരു കെട്ടിടം തുടങ്ങിയവ ആരംഭിക്കുന്നതിന് മുൻപേ അവ ഭാവിയിൽ എങ്ങനെയായിരിക്കണമെന്ന് ഉടമസ്ഥർ ഭാവനയിൽ ദർശനമുള്ളവരായിരിക്കും. ദൈവവചനത്തിൽ ദൈവം വ്യക്തിപരമായി ദർശനം നൽകിയ അനേകരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ എന്നാണ് ഉൽപ്പത്തി പുസ്തകം 17:5 കാണുന്നത്. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്ഹാക്ക് ജനിച്ചത്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ കാണുന്ന ദർശനമാണ് ദൈവത്തിൻ്റെ ദർശനം. ദൈവിക ദൃഷ്ടിയിൽ അബ്രഹാമും സാറായും എന്നേ ബഹുജാതികൾക്ക് പിതാവും മാതാവുമായി കഴിഞ്ഞു. യോസേപ്പ് വെറുമൊരു ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവം അവന് ദർശനം നൽകി. അവൻ്റെ ഭാവിയിൽ ദൈവം ഒരുക്കി വെച്ച കാര്യങ്ങളൊന്നും അവൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്ന കാര്യങ്ങളല്ല. ദാവീദ് ഒരു ഇടയനായി ആടിപ്പാടി നടന്ന കാലത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദർശനമാണ് ദൈവം അവന് കൊടുത്തത്. ഭാവി രാജാവാകുന്നത് തൻ്റെ ഊഴമാണെന്നുള്ളത് അവന് അവിശ്വസനീയമായിരുന്നു. യഥാർത്ഥ ദർശനം എപ്പോഴും ദൈവത്താൽ പ്രചോദിതമായിരിക്കും. മറ്റൊന്ന്, ദർശനം പറയേണ്ടതാണ്. ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരയ്ക്കുക എന്ന് ഹബക്കൂക്ക് 2:2 നമ്മൾ കാണുന്നു. ദൈവം ഒരു ദർശനം തന്നു എന്ന് ഉറപ്പാണെങ്കിൽ അത് ഒളിച്ചു വെക്കാനുള്ളതല്ല, മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ളതാണ്. യോസേപ്പ് തൻ്റെ ദർശനം പങ്കുവെച്ചു. രൂത്ത് തൻ്റെ ദർശനം പറഞ്ഞു. അതായത് ഹൃദയത്തിലെ ഉറപ്പ്, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന കാര്യം വ്യക്തമായി പറഞ്ഞു. ദാവീദും അതുപോലെ ദൈവം കൊടുത്ത സകല ദർശനങ്ങളും പങ്കുവെച്ചതായി ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. മറ്റൊരു കാര്യം, ദർശനത്തിന് ഒരു നിശ്ചിത സമയമുണ്ട് എന്നതാണ്. മരുഭൂമിയിലെ ഇസ്രായേൽ മക്കളെ പോലെയാണ് നാം എല്ലാവരും. അവർക്ക് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ, കഴിയുമെങ്കിൽ പിറ്റേ ദിവസം തന്നെ കനാനിലെത്താനുള്ള വെമ്പലായിരുന്നു. അവർക്ക് പാലും തേനുമുള്ള ദേശം അവകാശമായി കൊടുക്കാമെന്നുള്ളത് ദൈവം കൊടുത്ത വാഗ്ദത്തം അഥവാ ദർശനമാണ്. പക്ഷേ ആ ദർശനം പ്രാപിക്കുന്നതിന് മുൻപ് അവർ ഒരുക്കപ്പെടേണ്ടതും അത്യാവശ്യമായിരുന്നു. ഒരു പാകതയും പക്വതയും ഇല്ലാത്തവർക്ക് ദൈവിക അനുഗ്രഹങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്നത് വാസ്തവമാണ്. സമയത്തിന് മുൻപേ വിരിയുന്ന പൂമുട്ടിനോ ചിത്രശലഭത്തിനോ പൂർണ്ണത കൈവരിക്കാനാകയില്ല എന്നത് ഒരു പ്രകൃതിയുടെ നിയമമാണ്. അനേക പർവ്വത നിരകൾ ഒന്നിനു പുറകിൽ ഒന്നായി അടുത്ത് നിൽക്കുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു കൊടുമുടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ ഒറ്റച്ചാട്ടം മതി എന്നൊരു പക്ഷെങ്കിൽ ദൂരെ നിന്ന് കാണുന്ന നമുക്ക് തോന്നാം.
പക്ഷേ അവയ്ക്കിടയിലുള്ള താഴ്വര ഇറങ്ങി വീണ്ടും കൊടുമുടി കയറാതെ അതിൻ്റെ മുകളിൽ എത്താൻ സാധ്യമല്ല. പ്രകൃതിയിലെ സസ്യങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായ കാലങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവിക പദ്ധതി. ദാവീദിനും യോസെഫിനും ബാല്യത്തിൽ ഏകദേശം 17 വയസ്സുള്ളപ്പോൾ ദർശനം ലഭിച്ചു എന്ന് നമുക്ക് കരുതാം. എങ്കിലും അത് നിവർത്തിക്കപ്പെട്ടത് അനേക വർഷങ്ങൾ കഴിഞ്ഞ് ദൈവിക സമയത്ത് മാത്രമാണ്. ആ ഇടവേളയിൽ ദൈവം അവരെ ഒരുക്കുകയായിരുന്നു. ഒരുക്കപ്പെടാതെ ദൈവം അനുഗ്രഹം പകരുന്നില്ല. സകല ജാതികളും നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോടും യാക്കോബിനോടും അരുളി ചെയ്തു. എങ്കിലും അതിന് നിവൃത്തി വന്നത് 2000 വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തുവിലൂടെയാണ്. ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയുമാണ്. സമയത്താൽ ദൈവം ബന്ധിതനല്ല. അതുകൊണ്ട് ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്നോ നാളെയോ തന്നെ നിവൃത്തി വരണമെന്നില്ല. നമ്മൾ ഒരുക്കപ്പെടാനായി ദൈവം കാത്തിരിക്കുന്നു. ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹത്തിന് താമസമൊട്ടും ഉണ്ടാവില്ല. അവിടുന്ന് സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. ഒരിക്കലും നേരത്തെയല്ല, ഒരിക്കലും വൈകിയുമല്ല. എല്ലായ്പ്പോഴും തക്ക സമയം ദൈവം തമ്പുരാൻ പാലിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലത് നടന്നില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് അല്പം ദുഃഖിതരാവാം, നിരാശരാവാം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ദൈവം സമയത്തിൽ ബന്ധിതനല്ല എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, ദർശനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ അവിടുത്തെ സമയത്ത് ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുന്നതോർത്ത് മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് കാണുന്നതിനും അനുഭവിക്കുന്നതിനും ഇടയാകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത സാന്നിധ്യത്താൽ നയിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുവർഷം ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും ദർശനവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.